ലെവേദാൻ, സമുദ്രത്തിലെ അസാധാരണ മൃഗം. എല്ലാവർക്കും നമസ്കാരം. ഇതൊരു സാധാരണ കാഴ്ചയല്ല. ഇങ്ങനെ ഒന്നുണ്ടാകുമോ എന്ന് നമുക്ക് സ്വപ്നത്തിലും തോന്നില്ല. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന പതിനായിരങ്ങളേറെ വർഷങ്ങളായി മനുഷ്യരെ ഭയപ്പെടുത്തി വരുന്ന ഒരു ഭീകരൻ. അതാണ് ലെവേദാൻ. അയ്യോ, ആരാണ് ഈ ലെവേദാൻ? എവിടെ നിന്ന് വന്നു? യഥാർത്ഥത്തിൽ അതുണ്ടായിരുന്നോ? ഇന്ന് നമ്മൾ ഇതിന്റെ പിന്നിൽ ഉള്ള രഹസ്യങ്ങൾ പൂർണ്ണമായി അത്ര മനോഹരമായോരമാക്കി പറയാം. വീഡിയോ മുഴുവൻ കാണൂ. ഒടുവിൽ നിങ്ങൾ ആലോചിക്കാതിരിക്കാനാകില്ല. ലെവേദാൻ എന്ന പേര് നിങ്ങൾ ആദ്യമായി കേൾക്കുമ്പോൾ പേടിയാകാം. അത്രയും ഭയാനകമായ ഒരു അക്ഷരം. ഈ മൃഗത്തെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ചിരിക്കുന്നത് ബൈബിളിലാണ്. പഴയ നിയമത്തിൽ ലെവേദാൻ ഒരു മഹാസമുദ്രമത്സ്യമായി വരുന്നു. അതിന്റെ ചുറ്റും തീ പാറുന്നു. അതിന് ശ്വാസം പോലും തീ പൊള്ളിക്കുന്നതാണ്. ചിലവർ പറഞ്ഞതുപോലെ ലെവേദാൻ ഒരു വലിയ പാമ്പ് ആയിരിക്കും. മറ്റു ചിലർ പറയും അതൊരു ഭീമൻ തിമിംഗിലം. ചിലർക്ക് അത് ഭൂതത്തോട് സമം. പക്ഷേ ശാസ്ത്രം എന്താണ് പറയുന്നത്? പഴയകാലത്ത് വളരെ വലിയ തിമിംഗിലങ്ങളും പിശാച് പോലുള്ള വെള്ളിയാറ്റുകളും ഉണ്ടായിരുന്നു എന്ന് ശാസ്ത്രം സ്ഥിരീകരിക്കുന്നു. അതിൽ ഒന്ന് ഈ ലിവേദാൻ മെൽവില്ലി എന്ന ഒരു സകലതും തിന്നുന്ന വലിയ തിമിംഗിലമാണ്. ഈ ജീവി 13 മീറ്റർ നീളവും വൻവലുതായ ദന്തങ്ങളും ഉണ്ട്. മനുഷ്യൻ ഇന്നുവരെ കണ്ട ഏറ്റവും ഭീകരമായ ജീവികളിലൊന്നായി ഇതിനെ കണക്കാക്കാം. ഇപ്പോൾ ചോദ്യം വരുന്നു, ഇത് ഇന്നും ജീവിച്ചിരിക്കാമോ? പലരും വിശ്വസിക്കുന്നു സമുദ്രത്തിന്റെ അധികാഭിര്യങ്ങളിൽ ഇന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത വൻജീവികൾ ഒളിഞ്ഞിരിക്കാം. എല്ലാം കണ്ടുപിടിച്ചതാണ് എന്നു പറഞ്ഞാൽ അത് വലിയൊരു താൻമാണെന്ന് ശാസ്ത്രജ്ഞരും സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് ചിലർ ഇന്ന് പോലും സമുദ്രത്തിൽ എന്തെങ്കിലും വലിയ ചിന്താപ്പാടുകൾ കണ്ടാൽ ലെവേദാൻ ആകാമോ എന്ന് ചോദിക്കുന്നത്. ഡാക്കൊദഗ അലങ്ങൾ മുതൽ എർഹെവ വരെ, ഡഗക്കോൽ നിന്ന് ടസയംഡ് റോക്ക വരെ, ലെവേദാൻ എന്ന ഭീകരൻ ഇന്നും നമ്മളെ ത്രസിപ്പിക്കുകയാണ്. ഒരു സിംബോളായാണ് അത് മാറിയിരിക്കുന്നത്. വൻശക്തിയുടെയും വിറപ്പിന്റെയും പ്രതീകമാണ്. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ എത്രയോ കണ്ടിട്ടില്ലാത്ത ജന്തുക്കൾ. പലതും പണ്ടേ വംശനാശമായതുപോലെ തോന്നാമെങ്കിലും ഇനിയും ഒളിഞ്ഞിരിക്കുന്ന അജ്ഞാതങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. ലെവേദാൻ ഒരു കെട്ടുകഥയായാലും ഒരു യഥാർത്ഥ ജീവിയായാലും അതിന്റെ കഥ നമ്മളെ വിസ്മയിപ്പിക്കുമെന്നത് ഉറപ്പാണ്. ഇത്തരത്തിൽ മനോഹരവും വിചിത്രവുമായ കഥകൾ ഇനിയും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്കും ഷെയറും മറക്കരുത്.